ഹായ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് മ്യൂലനിലോട്ട് എങ്ങനെ ഓൺബോർഡ് ചെയ്യാമെന്ന കാര്യത്തിൽ കുറേ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ മ്യൂലനിലോട്ട് ഓൺബോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ mulon.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ജോയിൻ മ്യൂലൺ എന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജോയിൻ ആസ് എ സ്റ്റുഡൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാസ്വേഡൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനത് ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം ഈ ചെക്ക് ബോക്സ് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രാജുവേഷൻ ഇയർ എന്നത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ സെൻറ്റ് ജോസഫ് ദേവഗിരി എന്ന സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ കോളേജിൻ്റെ നെയിം ഇവിടെ കിട്ടും. സോ ഇവിടുന്ന് നമ്മുടെ സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിൻ്റെ നെയിം കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഗ്രാജുവേഷൻ ഇയറും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇത്ര ചെയ്താൽ തന്നെ നിങ്ങൾ മ്യൂലനിലോട്ട് ഓൺബോർഡ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഇവിടെ ഒരു മ്യൂ ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. ഈ മ്യൂ ഐ ഡി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഡിസ്കോഡിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ ഡിസ്കോഡിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിസ്കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണക്ട് ഡിസ്കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ആക്സെപ്റ്റ് ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡിസ്കോഡിലാണ് നമ്മുടെ ആരൻ ചേട്ടൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആരൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കണക്ട് മ്യൂ ഐ ഡി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് നിങ്ങളുടെ മ്യൂ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മ്യൂ ഐ ഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മ്യൂ ഐ ഡി ഇപ്പം ഡിസ്കോഡായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ടാസ്ക്സ് നമുക്കിവിടെ കാണാം. ലെവൽ 1 ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ടാസ്ക് 1 എന്ന് പറയുന്നത് ഹാഷ്ടാഗ് ലോബിയിൽ പോയിട്ട് /intro എന്ന് അടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഹാഷ്ടാഗ് ലോബി ഇതാ അവിടെ ഉണ്ട്. ഇനി നമുക്ക് /intro അടിച്ചാൽ നമ്മുടെ ലൂഷി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ലൂഷി ചേച്ചി പറയുന്നത് പോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടാം. അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞ് ഡൺ അടിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് ഡൺ അടിച്ച് വിട്ടാൽ മതി. ഈ പറയുന്നത് നമ്മുടെ ഇതുപോലെ #my new id പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ലൂസി ചേച്ചി പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ മ്യൂ ഐ ഡി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കുക. സോ നമ്മുടെ ആരോൺ ചേട്ടൻ പറയുന്നത് നമ്മുടെ ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇനി ഇത് മെൻറ്റേഴ്സ് ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കർമ്മ പോയിന്റ്സ് തരും. സോ നിങ്ങൾ മ്യൂ ഐ ഡി നിങ്ങൾ കറക്റ്റ് ഇതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു റെഡ് ഫ്ലാഗ് കിട്ടും. സോ റെഡ് ഫ്ലാഗ് മീൻസ് നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത ലെവൽ 1 നിങ്ങളെ സെക്കൻഡ് ടാസ്ക്കായി വരുന്നതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കാണുന്ന ഒരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം #, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചാനലിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ #, ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രോ കൊടുക്കുക. അപ്പോൾ #, സെൽഫ് ഇൻട്രൊഡക്ഷൻ ചാനൽ ഇവിടെ ഉണ്ട്. സോ ഇതുപോലാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രോ കൊടുക്കേണ്ടത്. #, ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയൊരു സെൽഫ് ഇൻട്രോ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങളുടെ ഒരു മെൻറ്റർ നിങ്ങളെ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് കർമ്മ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കർമ്മ പോയിന്റ്സ് ഏൺ ചെയ്യേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ബൈ ഗൈസ്.